നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാൻഡറും ഒട്ടനവധി ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കാളിയുമായ കാരി സയ്യിദ് അബ്ദുൾ അസീസ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമാബാദിലെ മസ്ജിദിൽ നമസ്കരിക്കാനെത്തിയ ഇയാൾ പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലാത്തതിനാൽ പാകിസ്ഥാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭീകരവാദികളുടെയും ഇടയിൽ വലിയ പരിഭ്രാന്തിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാണ് ഈ കാരി സയ്യിദ്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ദുരൂഹത? നമുക്ക് പരിശോധിക്കാം. കൊല്ലപ്പെട്ട കാരി സയ്യിദ് അബ്ദുൾ അസീസ് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്നു. 1990കളുടെ തുടക്കം മുതൽ ലഷ്കർ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഇയാൾ സംഘടനയ്ക്കുള്ളിൽ വളരെ നിർണായകമായ ഒരു ചുമതലയാണ് വഹിച്ചിരുന്നത്. ജമ്മു കാശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഇന്ത്യൻ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന ലഷ്കർ ഭീകരവാദികളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുക, അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും മാസാമാസം പെൻഷനും എത്തിച്ചു നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് കാരി സയ്യിദ് ആയിരുന്നു. അതായത് പാകിസ്ഥാനിലിരുന്ന് ലഷ്കറിന്റെ ഭീകര ശൃംഖലയെ സാമ്പത്തികമായും മാനസികമായും താങ്ങി നിർത്തിയിരുന്ന പ്രധാന കണ്ണികളിൽ ഒരാളായിരുന്നു ഇയാൾ. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തമായി കാണുന്നത് ഇങ്ങനെയാണ്. ഇസ്ലാമാബാദിലെ മസ്ജിദിന് മുന്നിൽ ഒരു ബാഗുമായി കാരി സയ്യിദ് എത്തുന്നതും ആ ബാഗ് തൻ്റെ കൂടെയുള്ള സഹായിക്ക് കൈമാറി അംഗശുദ്ധി വരുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അംഗശുദ്ധി പൂർത്തിയാക്കി പള്ളിയുടെ പ്രധാന ഹാളിലേക്ക് കയറാനായി പടവുകൾ കയറുന്നതിനിടയിൽ തൻ്റെ ഷൂസ് അഴിക്കാനായി ഇരുന്നയുടൻ ഇയാൾ പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുള്ളവർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർമാർ ഇയാളുടെ മരണം സ്ഥിരീകരിച്ചു. മസ്ജിദിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഇയാൾ മറ്റെവിടെയെങ്കിലും വെച്ച് ഭക്ഷണം കഴിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ മരണത്തെ പാകിസ്ഥാനിലെ സാധാരണ സംഭവമായി തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അടക്കം 30-ലധികം പ്രമുഖ ഭീകരവാദികൾ ഇതുപോലെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അജ്ഞാത ഗൺമാന്മാരുടെ ആക്രമണത്തിലോ സമാനമായ രീതിയിലോ ഭീകരവാദികൾ കൊല്ലപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ സ്വന്തം മണ്ണിൽ പോലും ഭീകരവാദികൾ സുരക്ഷിതരല്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കാരി സയ്യിദിന്റെ ഈ അന്ത്യം. ലഷ്കറിന്റെ സാമ്പത്തിക ശൃംഖലയുടെ തലച്ചോറായ കാരി സയ്യിദിന്റെ ഈ മരണം ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വലിയൊരു പ്രഹരമാണ്. ഔദ്യോഗികമായി മരണകാരണം വ്യക്തമല്ലെങ്കിലും ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഓരോ അന്താരാഷ്ട്ര വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. നന്ദി.